ഹലോ ഫ്രണ്ട്സ്, എനിക്കെൻ്റെ വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. കുറേ ദിവസമായില്ലേ ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ എടുത്തൊരു വീഡിയോ എടുത്തിട്ട്. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു ഫാം ഹൗസിലേക്കാട്ടോ. കാരണം നെക്സ്റ്റ് വീക്ക് നമ്മൾ നാട്ടിൽ പോവാം. അതിന് മുമ്പ് ഇപ്പോൾ അവിക്ക് വെക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മൺഡേ ടു ഫ്രൈഡേ അവി വെറുതെ വീട്ടിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീക്കെൻഡ് ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് ഇറങ്ങും കേട്ടോ. എല്ലാ വർഷവും സമ്മർ ആകുമ്പോൾ ഇതൊക്കെ ഉള്ളതാണ്. അപ്പം ഇത് നമ്മുടെ ഇവിടുത്തെ സമ്മറിൻ്റെ ലാസ്റ്റ് എന്താ പറയുക, ഒരു അടിച്ചുപൊളി ഇല്ലെങ്കിൽ ഒരു പുറത്ത് പോകുന്ന ഒരു സംഭവമായിരിക്കും കേട്ടോ. തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്താണേലും സ്കൂളൊക്കെ ഓപ്പൺ ആവും. അതുപോലെ തന്നെ സമ്മറൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഫാം ഹൗസിലേക്കാണ്. അവിടെ നമുക്കിങ്ങനെ ഗോട്ട്, കവ്, അങ്ങനെ കുറേ ആനിമൽസ് ഉണ്ട്, കുറേ റൈഡ്സ് ഉണ്ട്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇതും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തൊടുപുഴക്കാരി. അങ്ങനെ കണ്ടേ അജീഷ് ചേട്ടനും അവിയും ഒക്കെ റെഡിയായത് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവി എവിടെ പോവാ? നമ്മള് ഫാം ഹൗസിൽ പോവാണോ? അവിടെ എന്തൊക്കെയുണ്ട്? പിഗും കുവും എല്ലാം ഉണ്ടോ? അവർക്ക് ഇഷ്ടമാണോ? ഓക്കെ, പോവാം. ടച്ച് ഇഷ്ടല്ലേ? ഫുഡൊക്കെ കൊടുക്കാവോ? ഓക്കെ, എന്നാ പോവാം. റെഡി ആയില്ലേ? ലെറ്റ്സ് ഗോ. ഓക്കെ, കം ഗോ. അങ്ങനെ കണ്ടേ നമ്മൾ ഫാം ഹൗസിലെത്തി. ഇവിടെ മറ്റേ ക്യാമ്പിങ്ങിനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ വണ്ടിയൊക്കെ പാക്ക് ചെയ്തു. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് വരുന്നത് എത്ര രൂപ? എല്ലാവർക്കും കിഡ്സിനും അഡൽട്ട്സിനും എല്ലാവർക്കും വരുന്നത് 14 pounds കേട്ടോ. ഒരു ടിക്കറ്റിന് വരുന്നത്. അങ്ങനെ 3 ടിക്കറ്റ് എടുക്കണം, 3 പേരാണെങ്കിൽ. അങ്ങനെ പിള്ളേർക്ക്, തീരെ ചെറിയ പിള്ളേർക്ക്, ഇൻഫൻ്റ് ആണെങ്കിൽ മാത്രമേ ഇല്ല എന്നുള്ളൂ. ബാക്കിയെല്ലാ കിഡ്സിനും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഫാമിലിക്ക് പോട്ടെ. ഇനി കുറച്ച് കാര്യങ്ങളും ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഫാമിൻ്റെ പേരാട്ടോ റോക്സം ബാൻ എന്ന് പറയുന്നത്. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണും. ഇപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റി നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽസും അവിടെ ഗൂഗിളിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഓൺലൈനായിട്ടും ടിക്കറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ ഓൺലൈനായിട്ടായിരുന്നു കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. കയറി വരുന്നത് കുറേ കുട്ടി ഷോപ്സ് ആട്ടോ. ഈ ഫോട്ടോ ഫ്രെയിംസ്, അങ്ങനെ ഗിഫ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുള്ള കുറേ കുട്ടി എന്താ പറയുക ഷോപ്സാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കും. അങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും റീഫ്രഷ്മെൻറ്റ് ഏരിയയും ടോയ്ലറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട്. അവർ എന്താ പറയുക, ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കഴിക്കാൻ പാടില്ല അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡും ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ കണ്ട ഒരു വലിയ ഒരു അടിപൊളി സാധനമായിരുന്നു കേട്ടോ. വുഡിൻ്റെ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ ഷോ പീസസ് ഒക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഗാലറി ഉണ്ട്. നോഫോക്കിൻ്റെ ഒരു ചെറിയ ഗാലറി കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പെട്ടെന്ന് ഇത് തുറക്കാൻ സമയമായപ്പോഴേ നമ്മൾ കയറിട്ടോ. 10 മണിക്കായിരുന്നു ഓപ്പണിംഗ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. കാരണം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു സൺഡേ ആയിരുന്നു. സൺഡേ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് ഫാം തുറക്കുന്നത്. അപ്പം ഈ കാണുന്നതാണ് ഇവിടുത്തെ എന്താ പറയുക പ്രൈസും കാര്യങ്ങളൊക്കെ ടിക്കറ്റിൻ്റെ. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പം ഇത് 14 pound വരുന്നുള്ളൂ. അതുകൊണ്ട് ഓൺലൈൻ ബുക്ക് ചെയ്താൽ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ മേടിച്ചു. കൂടാതെ നമ്മൾ ഇവിടെ മൃഗങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള 2 എന്താ പറയുക ഫുഡിൻ്റെ ബാസ്ക്കറ്റും മേടിച്ചു കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സാധനം ഇവിടെ നമുക്ക് പോകുന്ന ആനിമൽസിനൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഫാമിൻ്റെ അകത്ത് കയറി കേട്ടോ. നമുക്ക് കയ്യിൽ ഇങ്ങനെ സ്ട്രിപ്പൊക്കെ തരും അവർ, നമ്മൾ ബുക്ക് ചെയ്തതിനനുസരിച്ച് കേട്ടോ. അങ്ങനെ അവയുടെ കയ്യിൽ കിട്ടിച്ചു. ഇനി നമുക്ക് എല്ലാവരുടെയും കയ്യിൽ ഇത് ചെയ്യണം. കാരണം ഇത് പോകുന്നിടം വരെ ഇത് വേണം കേട്ടോ. ഇല്ലെങ്കിൽ അവർക്ക് അറിയത്തില്ലല്ലോ നമ്മൾ എപ്പോൾ കയറിയതാ എന്താണെന്നുള്ളതൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. പിന്നെ ഇവർ മാപ്പിൻ്റെ ഫാമിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂവും അതുപോലെ എന്താ പറയുക റൂട്ട് മാപ്പും എന്തൊക്കെ ആനിമൽസാണ് ഉള്ളതെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരിതും തന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ബോർഡുണ്ട് കേട്ടോ. നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുള്ള കാഫ്, ബോട്ടിൽ ഫീഡ്, ഗിനി പിഗ്, പെറ്റിങ്, പോണി ഗ്രൂമിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതുകൂടാതെ തന്നെ ഈ തന്നതിൻ്റെ അകത്തും അവർ എന്താ പറയുക ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ അപ്പോൾ 2ൻ്റെ അകത്തും നമുക്ക് ഇൻഫോർമേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ വന്നത് അവ ആദ്യം കണ്ടുപിടിച്ച ഒരു എന്താ പറയുക റൈഡ് ഇല്ലെങ്കിൽ എന്താ പറയുക പിള്ളേർക്ക് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ വേണ്ടി മരത്തിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമായിട്ട് കേട്ടോ. ചെറിയൊരു പാലം പോലെയൊക്കെ. ആദ്യമൊക്കെ അവയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. പയ്യായിരുന്നു നടക്കണേ. കൂടാതെ ആരെങ്കിലും ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവുമായിരുന്നു. അതായിരുന്നു കേട്ടോ അവിടെ
പേടി ഇതിൽ കൂടെ നടക്കാൻ വേണ്ടി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതിൽ കയറി നടക്കും. അവിടെ പേടിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ താഴെ ഇറങ്ങി ഞങ്ങൾ പിന്നെ ആനിമൽസിനെ കാണാൻ വേണ്ടി പോകാൻ തുടങ്ങി. നല്ല ചന്തമുള്ളൊരു പശുക്കുട്ടിയല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം അവയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിൻ്റെ അടുത്ത് പോകാനും തൊടാനും ഒക്കെ ആയിട്ട്. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫുഡിൻ്റെ മണം കണ്ടിട്ടോ ഇത് ചെയ്യുന്നത്. ഇവിടെ ഏതൊക്കെ ആനിമൽസിന് നമുക്ക് ഫീഡ് ചെയ്യാന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ആനിമൽസിന് മാത്രമേ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഗോട്ട്, ഷീപ്പ്, പിന്നെ അൽപാഗസ് എന്ന് പറഞ്ഞൊരു ആനിമലുണ്ട്. അങ്ങനെയുള്ള കുട്ടി കുട്ടി ആനിമൽസിനൊക്കെയാണ് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി കുറേ ആനിമൽസിലൊക്കെ കുറേ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന കുറേ ആനിമൽസ് ഉണ്ട്. അതിനൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, എക്സ്പെഷ്യലി ഡോങ്കി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പം നമ്മൾ അതും കാര്യങ്ങളും അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ബോർഡിൽ, അതൊക്കെ നോക്കി വേണം കേട്ടോ നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി. ആദ്യം കണ്ടില്ലേ ഭയങ്കര പേടിയാട്ടോ, അത് അജയ്ഷേട്ടൻ്റെ കയ്യിൽ നക്കുന്നത് കണ്ടിട്ട് പേടിയാണ്. പിന്നെ അവിടെ ഒരു എന്താ പറയുക ഒരു മുട്ടനാടുണ്ടായിരുന്നു. ആ മുട്ടനാടാണെങ്കിൽ ഭയങ്കര ഒരു അഗ്രസീവായിട്ടുള്ള നോട്ടമൊക്കെ കണ്ടില്ലേ മുകളിൽ കയറി നിൽക്കുന്നത്. അതിനെ കണ്ടിട്ടായിരുന്നു അവർക്ക് ഭയങ്കര പേടി. അതിനെ മാറ്റി വിടുവാണെങ്കിൽ അവ മറ്റേ എന്താ പറയുക ഷീപ്പിനൊക്കെ ഫുഡ് കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അത് വരുന്ന കാണുമ്പോഴേ അവ ഓടി മാറുമായിരുന്നു കേട്ടോ. അതിന് ഭയങ്കര പേടിയായിരുന്നു അവയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഫുഡിൻ്റെ ഇത് കാണുമ്പോഴേ ഓടി വരും. അവർക്കറിയാം നമ്മൾ വന്നു കഴിയുമ്പോൾ ഫുഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഏതറ്റത്താണെങ്കിലും അവർ ഓടി വരും ആരെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പോയത് റാബിറ്റിനെ കാണാനായിരുന്നു. കുറേയേറെ റാബിറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ റാബിറ്റിനൊക്കെ കുറച്ച് വലിപ്പം കൂടുതലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എന്താ പറയുക പൂട ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊങ്ങി നിൽക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞ അൽപാഗസ് എന്ന് പറഞ്ഞ ആനിമൽ കേട്ടോ. ഇതിനും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡോങ്കി ഉണ്ടായിരുന്നു. ഡോങ്കിക്ക് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഡോങ്കി, അതുപോലെ തന്നെ കൗവ്, പിന്നെ വേറെ ഏതോ ഒരു ആനിമലും കൂടി ഉണ്ടായിരുന്നു നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഇവിടെ ഗോട്ടും ഉണ്ട് കേട്ടോ. ഗോട്ടിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഗോട്ടും ഉണ്ടായിരുന്നു, അതിനെ നമുക്ക് ഫീഡ് ചെയ്യാം. അത് നല്ല വലിയ വലിയ ഗോട്ടാട്ടോ ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒന്നുമല്ല, പക്ഷേ നല്ല അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു. എനിക്കിവിടുത്തെ കൂടുതൽ റാബിറ്റ്സിനാട്ടോ ഭയങ്കര ഇഷ്ടം. നല്ലൊരു ക്യൂട്ട് ലുക്കായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ പിഗ്ഗാണ്. ഇതൊരു മിനിമം സൈസ് പിഗ്ഗാട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ വലിയൊരു സൈസ് പിഗിനെ ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഓരോ ആക്ടിവിറ്റി ഒക്കെ തുടങ്ങി. ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി ഇന്നത്തെ ഇതായിരുന്നു കേട്ടോ. കാഫിന്, അതായത് നമ്മുടെ പശുക്കുട്ടികളെ നമുക്ക് ഫീഡ് ചെയ്യുക എന്നുള്ളത്. ഇവർ ഇങ്ങനെ അതിൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റിയാണല്ലോ ഇതുങ്ങളെ നിർത്തുന്നത്. അപ്പോൾ ഇതുങ്ങൾക്ക് പാല് കൊടുക്കുന്നത് ഇവരെന്തൊക്കെയോ കലക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ ഡീറ്റെയിൽസും ഈ കവ് എന്നാ ജനിച്ച്, ഈ കവിൻ്റെ പേരെന്താ, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഇവിടുത്തെ ആൾക്കാർ നമുക്ക് പറഞ്ഞു തരും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഈ ഒരു സമയത്ത്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓരോന്നിൻ്റെയും ചെവിയിലിട്ടേക്കുന്ന നമ്പർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞത് അവർ കുപ്പിയിൽ ആ മിൽക്കൊക്കെ കലക്കി എടുത്തു. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവർ ഭയങ്കര ഫോഴ്സിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ പിടിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. അവയ്ക്കാണെങ്കിൽ ഭയങ്കര പേടിയാവുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ അവർ പിടിച്ചു, പിന്നെ നമ്മൾ മാറി കൊടുത്തു കേട്ടോ. വേറെയും ഒരുപാട് കുട്ടികളുണ്ടല്ലോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരും ഒക്കെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണല്ലോ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ, ഗിനി പിഗിനെ നമുക്കിങ്ങനെ പാറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടുത്തെ ഗിനി പിഗും അത്യാവശ്യം നല്ല സൈസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ പൊതുവേ നാട്ടിൽ ഞാൻ അങ്ങനെ ഗിനി പിഗിനെ കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും റാബിറ്റിനെ പോലെ തന്നെ കൂടുതലും രോമമാട്ടോ ഇതിനെ ടച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ വന്ന് നമുക്ക് ഐ ലവ് ഗിനി പിഗ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്റ്റിക്കറും തരും കേട്ടോ. നമ്മളിത് പാറ്റ് ചെയ്യാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഇതിനെ എന്താ പറയുക, ഇതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയിട്ടോ. ഈ ഒരു ആക്ടിവിറ്റിക്ക് പറയണ എന്തോ ഒരു പേരുണ്ട്, അത് ഞാൻ മറന്നുപോയി. ഇപ്പം അതായിരുന്നു രണ്ടുപേരും മത്സരിച്ചായിരുന്നു കേട്ടോ അതിനെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതുങ്ങളാണെങ്കിൽ ഇങ്ങനെ പമ്മി ഇരുന്ന് തരും കേട്ടോ. അതിനൊത്തിരി ഇഷ്ടമെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ. രണ്ടുപേരും മത്സരിച്ചായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, നമുക്കാണേലും ഒരു സുഖമാണ് ഇതിൻ്റെ മേത്തൊക്കെ ടച്ച് ചെയ്യുമ്പോൾ. നല്ല സോഫ്റ്റായിട്ട് എന്താ പറയുക, ഈ പഞ്ഞിയിലൊക്കെ തൊടുന്നൊരു ഫീലാട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പം അതെന്താ പറയുക ഇങ്ങനെ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ നിന്നു. അത് കഴിഞ്ഞത് വെളിയിലിറങ്ങിയപ്പോഴായിരുന്നു ഇങ്ങനൊരു സാധനത്തിനെ കണ്ടു കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ആദ്യം എനിക്ക് പേടിയായിരുന്നു എന്താണെന്നുള്ളത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു അതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക ഒരാളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു നിർത്തി. പിന്നെ കുറച്ച് നേരം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഞങ്ങളവിടെ നിന്ന്. അങ്ങനെ ആനിമൽസിനെ എല്ലാം കണ്ട് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നടക്കുന്ന സമയത്തായിട്ട് ഇങ്ങനെ ഒരു ഏറ്റത്തിനെ കണ്ടത്. ഒരു കവിൻ്റെ ഒരു ഷേപ്പും വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ അതിന് നമുക്കിങ്ങനെ കറക്കാവുന്ന രീതിയിലൊരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. അവയ്ക്ക് വെള്ളത്തിൽ കളിക്കൽ പണ്ടേ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ പരിപാടിയൊക്കെ ചെയ്തു കേട്ടോ. അത് ഞങ്ങൾ നേരെ പോയത് ഫൺ ഫീൽഡിലേക്കായിരുന്നു കേട്ടോ. ഇവിടെയും കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അത് പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ചെയ്യാൻ പറ്റിയ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ സമ്മർ വെക്കേഷൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തു വെച്ചേക്കണം കേട്ടോ. ഓരോ പ്രാവശ്യം ഓരോ ഇതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ
കഴിഞ്ഞ പ്രാവശ്യം വേറെ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അജയ് ചേട്ടനും കൂടെ കുറേ ട്രൈ ഒക്കെ ചെയ്തു. അജയ് ചേട്ടൻ്റെ ഒന്നും വീണില്ല, എൻ്റേത് മാത്രം 2-3 വീണു കേട്ടോ. ഇത് പിന്നെ അജയ് ചേട്ടനായിരുന്നു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അത്രയ്ക്ക് വലിയ എന്താ പറയുക വലിയ ബോളിടാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും അജയ് ചേട്ടൻ സ്കോർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഓരോരോ ഗെയിമും കാര്യങ്ങളും കളിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. അവയ്ക്ക് ഈ ഗെയിം ഒട്ടും കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഗെയിമായിരുന്നു അവി സ്കോർ ചെയ്തത്. ഈ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോൾ നമ്മൾ ഉന്തി വരണം, അത് അവിടെ സ്റ്റക്കാവും കേട്ടോ, തിരിച്ചു വരരുത്, അവിടെ നിൽക്കുന്നതാണ് ഗെയിം വിന്നാവുന്നത്. അവി ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും എല്ലാം തന്നെ വിന്നാവുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മാത്രം എന്താ പറയുക പോകുന്നുണ്ടായിരുന്നില്ല. അതാണ് അവി ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുന്നത്. കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും അവിടെ വരെ പോകും, പിന്നെ തിരിച്ചു വരും. ബാക്കി എല്ലാ പ്രാവശ്യവും അവൻ ഫസ്റ്റ് ടൈം തന്നെ അവൻ വിന്നാവുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ അവൻ്റെ ദേഷ്യമായിട്ട് അന്ന പിന്നെ പറഞ്ഞു, നമുക്കൊരു വോക്കിന് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ കണ്ടത് കോൺ വോക്ക് എന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു കേട്ടോ. ഇത് എന്താ പറയുക, നമ്മുടെ കോൺ ഉണ്ടല്ലോ, അതായത് ചോളത്തിൻ്റെ മരങ്ങൾ ഇങ്ങനെ അവിടെ നട്ട് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചോളത്തിൻ്റെ ചെടി ഇത്ര അടുത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഇങ്ങനെ ചോദിക്കുന്നത്. അജയ് ചേട്ടൻ ഈ നോർത്ത് സൈഡിലൊക്കെ ജീവിച്ചിട്ടുള്ള കാരണം അജയ് ചേട്ടൻ ഇതൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഡൗട്ടുകൾ മൊത്തം തീർത്ത് തരുന്നത് അജയ് ചേട്ടനാണ്. പിന്നെ ഇത് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേറെയും കുറേ ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടക്കുന്ന വഴിക്കാട്ടോ ഈ ഒരു സാധനം കണ്ടത്. അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ അടിക്കുമ്പോൾ സ്റ്റാർ വരും, അതായത് ഈ കളറൊക്കെ ആയിട്ട്. ആ സ്റ്റാർ കേട്ടോ ഈ കാണുന്നത്. കുറേ നേരം ഞങ്ങൾ ട്രൈ ചെയ്തു, അവയുടെ കയ്യിൽ മാത്രം വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷേ അവയുടെ കയ്യിൽ എന്തോ അത് മഷി വരുന്നില്ലായിരുന്നു. പിന്നെ കുറേ നേരം അജയ് ചേട്ടൻ എന്തൊക്കെയോ കാണിച്ച് ട്രൈ ചെയ്തിട്ടാട്ടോ പിന്നെ അവയുടെ കയ്യിൽ വന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവി തന്നെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ പെട്ടെന്ന് എന്താ പറയുക സ്റ്റാറിൻ്റെ ഇത് വരുന്നുണ്ടായിരുന്നു. അത് നമ്മൾ സ്ലോ ആയിട്ട് ഇത് പ്രസ് ചെയ്തിട്ടുണ്ട് വരില്ല, ഫാസ്റ്റായിട്ട് ഇത് പ്രസ് ചെയ്യണം കേട്ടോ, അപ്പോഴേ കളേഴ്സ് വരുള്ളൂ. അങ്ങനെ കയ്യിൽ നിറയെ സ്റ്റാറും കാര്യങ്ങളൊക്കെ അടിച്ച് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടന്നു. ഇത് നല്ല വേറിട്ടൊരു അനുഭവം കേട്ടോ. ഇങ്ങനെ ചോളങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ നടക്കുന്നത് ഇങ്ങനെ. അതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മൾ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടി അതായത് പിള്ളേർക്ക് പറ്റുന്ന ടൈപ്പ്. ഇത് കണ്ടോ, ഇതൊക്കെ എന്തോ ഗെയിമാണ്, എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് 3D വ്യൂ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. അതുപോലെ നമ്മുടെ കയ്യിലടിക്കാനുള്ള സ്റ്റിക്കർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇതിൽ നടക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് കയ്യിൽ ഇങ്ങനെ അടിക്കാൻ പറ്റും. ഇത് ഏതാ ഷേപ്പ് എന്ന് അറിയത്തില്ല. നേരത്തെ അവി അടിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റാർ ആയിരുന്നു കേട്ടോ. ഇത് റെഡ് കളറാണെന്ന് തോന്നുന്നു, നേരത്തെ ബ്ലൂ. അങ്ങനെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ ഓരോന്നും വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന്. ഇതാട്ടോ ഒരു ആക്ടിവിറ്റി. ഇതിൻ്റെ അകത്തുള്ള ആനിമൽസിനെയൊക്കെ കൗണ്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ എന്താ പറയുക നെറ്റിലൊക്കെ കാണുന്ന പോലെ പിള്ളേർക്കൊക്കെ പറ്റിയ കുട്ടി ഗെയിംസ് ആട്ടോ ഇവിടെ വെച്ചേക്കുന്നത്. ഇതാട്ടോ വേറൊരു ഗെയിം. ഇതുപോലത്തെ ഞാൻ പറഞ്ഞില്ലേ കുട്ടി ഗെയിംസ് ഉണ്ടെന്ന്. ഇത് വേറൊരു ഗെയിമാണേ. അങ്ങനെ കോൺഫാമിലൂടെയുള്ള നടത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഇത് ഈ ഒരു ഗെയിം കണ്ടു കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവയ്ക്ക് കളിക്കണമെന്ന് മുന്നേ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. കാരണം അപ്പുറം നിൽക്കുന്ന ആൾ ഭയങ്കര സ്മൂത്തായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവ വിചാരിച്ചു ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ അവൻ ഡക്കിനെയൊക്കെ എടുത്ത് വെച്ചിട്ട് റേസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ നേരത്തെ സ്റ്റാർ അടിക്കുന്ന കണ്ടില്ലായിരുന്നു കയ്യിൽ, അത് കയ്യിലടിക്കാനുള്ള സ്റ്റാർ ആയിരുന്നില്ല. അവർ തന്ന ബുക്ക്ലെറ്റിൻ്റെ അകത്ത് ഒരു ഗെയിം ഉണ്ടായിരുന്നു. അവിടെ മൊത്തത്തിൽ അവർ 6 സ്റ്റാറിൻ്റെ ഇങ്ങനെ ഓരോരോ സ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച ആ 6 സ്റ്റാറിൻ്റെ അടുത്തും ഓരോരോ കളറാട്ടോ അവർ വെച്ചേക്കുന്നത്. ആ സ്റ്റാമ്പ് നമ്മൾ ആ ബുക്ക്ലെറ്റിലെ ഓരോരോ സ്റ്റാറിൻ്റെ അടുത്ത് അത് അടിച്ചിട്ട് നമ്മൾ റിസപ്ഷനിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് കിട്ടും എന്നുള്ള കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ വന്ന് അത് ഓപ്പൺ ചെയ്തപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. അങ്ങനെ അത് ഡക്ക് റേസിൽ കുറേ നേരം ചെയ്ത് കഴിഞ്ഞിട്ടും ഡക്ക് വരുന്നില്ലാത്ത കാരണം, അതായത് വെള്ളത്തിന് പ്രഷർ ഇല്ലാത്ത കാരണം ഡക്ക് വരുന്നില്ലായിരുന്നു. പിന്നെ അവനിവിടെ കിടന്ന് കരയാൻ തുടങ്ങി. പിന്നെ ഞാനത് ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡക്ക് പോകുന്നു തുടങ്ങി കേട്ടോ. ഇതിൻ്റെ അകത്ത് ആ റെഡ് ഡക്ക് കടന്നിട്ടായിരുന്നു കേട്ടോ കുറച്ച് പോരാൻ പാടായിട്ട്. അതുകൊണ്ട് ഞാൻ മാറ്റി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി തന്നെ കുറേ നേരം അവിടെ നിന്ന് ഡക്ക് റേസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫൺ പാർക്കിലേക്ക് പോയി. ഇവിടെ തന്നെയുള്ള ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ കുട്ടി റൈഡും കാര്യങ്ങളൊക്കെ കേട്ടോ. പിള്ളേർക്കും വലിയവർക്കും കയറാൻ പറ്റിയ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഞാൻ അവി മാത്രമാണ് കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞു ഇത് കുഞ്ഞു പിള്ളേരുടെയാണ്, ഒരു രസമാണല്ലോ ഇങ്ങനെയൊക്കെ കയറാൻ വേണ്ടി. അതുകൊണ്ട് പിന്നെ ഞാനും കയറിയതാണ്. പിന്നെ ചില റൈഡ്സിൽ പിള്ളേരെ തന്നെ കയറ്റത്തില്ല, അതിൻ്റെ അകത്ത് നമുക്കും കയറട്ടോ. ഒരു ഇത്ര ഏജിന് മുകളിലേക്കുള്ളവർ മാത്രമേ തന്നെ കയറ്റത്തുള്ളൂ. അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തിലും എന്താ പറയുക നമ്മൾ കൂടെ കയറണം കേട്ടോ, അവരുടെ കൂടെ. അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെ അവി കുറേ റൈഡ്സ് കയറിട്ടോ. ഇതുണ്ടായിരുന്നു, എന്താ പറയുക കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു. അതിലൊക്കെ കയറിട്ടോ. ഒരു 3-4 റൈഡ്സ് ഉണ്ടായിരുന്നു പിള്ളേർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിത് ഈ ഒരു ഗോൾഫിൻ്റെ ഏരിയയിലേക്ക് വന്നത് കേട്ടോ. അവിടെ ചെന്ന് പിന്നെ ഗോൾഫ് കളിക്കലായിരുന്നു ഞങ്ങളുടെ പരിപാടി.
എൻ്റെ ഗെയിമിൽ ചക്കിയിട്ടപ്പോൾ മൊയിൽ ചെത്തുന്നുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. എൻ്റെ കറക്റ്റായിട്ടൊന്നും വരാറുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിത് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമായിരുന്നു കേട്ടോ ഇത്. കുറേ നേരം ഇവിടെ കിടന്ന് ചാടി. പിന്നെ ഗോൾഫിൻ്റെ അകത്ത് ഏകദേശം ഒരു 10-12 ഇതുണ്ട് കേട്ടോ, ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് ഗോൾഫ് കളിക്കാനായിട്ട്. അത് ഇനി പിന്നെ ഞാനും അവയും കൂടെ വന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ കുറേ നേരം ചാടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പുള്ളിക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓടി വന്ന് കയറാമെന്ന് പറഞ്ഞ് കയറുന്നതായിട്ട് ഈ കാണുന്നത്. കാരണം നമ്മളത്തിൽ ചാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് എന്താ പറയുക, അവന് കയറാൻ പറ്റത്തില്ല. അങ്ങനെ അവന് ഓടി വന്ന് കയറി. പിന്നെ കുറേ നേരം ഞങ്ങളിവിടെ കിടന്ന് ഇങ്ങനെ എന്താ പറയുക തുള്ളുമൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു ഈ സൈക്കിൾ റൈഡ് പോലെ ഉള്ള ഒരു സാധനം. ആദ്യം വിചാരിച്ച് ഞങ്ങൾ അവന് സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ല, അതുകൊണ്ട് ചവിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ പുള്ളി നല്ല അടിപൊളിയായിട്ട് ചവിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വാട്ടർ ബലൂൺ ഗെയിം ആട്ടോ. നമ്മൾ അതായത് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ അവർ നമുക്ക് നമ്മുടെ ടിക്കറ്റിനനുസരിച്ച് എത്ര വാട്ടർ ബോൾസ് നമുക്ക് കിട്ടും എന്നുള്ളത് അവരൊരു കൂപ്പൺ തരും കേട്ടോ. നമുക്കുണ്ടായിരുന്നത് 8 ബോൾസ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 8 ബോൾ വെച്ചായിരിക്കും കിട്ടുന്നത്. കിഡ്സിനാണ് അവർ കൂടുതലും ഈ ഒരു ഇത് കൊടുക്കണേ കേട്ടോ. അങ്ങനെ നമുക്ക് 8 വാട്ടർ ബലൂൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറയും ഇതുപോലെ സെയിം ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പുറം നിൽക്കുന്ന ആൾക്കാരുടെ മേത്തേക്ക് നമ്മൾ ഈ ബലൂൺ 1-2 ബലൂണൊക്കെ പോയി മുട്ടിയിട്ടോ. പിന്നെ അവിടുന്ന് അവർ ഇങ്ങോട്ടും വെള്ളം ഇടുന്നുണ്ടായിരിക്കും. ആ വെള്ളം നമ്മുടെ മേത്ത് വീഴാതെ നമ്മളും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യം. ഇത്രയൊക്കെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അജയ്ശേട്ടനും നന്നായിട്ട് ടയർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് നേരെ സോഫ്റ്റ് പ്ലേയിലേക്ക് കൊണ്ടുപോയിട്ടു കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല വലിയൊരു സോഫ്റ്റ് പ്ലേ തന്നെയുണ്ട്. അവിടെ കുറച്ചു നേരം കളിക്കുമായിരുന്നു. പിന്നീട് അങ്ങനെ കറക്റ്റ് 3:30 ആകുമ്പോഴത്തേക്കും നമുക്കിവിടെ ഫോം പാർട്ടി തുടങ്ങുമായിരുന്നു. അപ്പം അതിന് വന്ന കേട്ടോ അവരൊന്ന് ജസ്റ്റ് ഒരു ട്രയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും വെയിറ്റിംഗ് കേട്ടോ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ ക്ലോക്കിയലായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ഓരോ മിനിറ്റ്സും പോകുന്നത്. അങ്ങനെ കറക്റ്റ് സമയമായപ്പോൾ അവർ ഫോം പാർട്ടി തുടങ്ങി. അവീനെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു സ്പെയർ ഡ്രസ്സ് എടുക്കും കേട്ടോ. കാരണം എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി അവന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഫോം പാർട്ടിയൊക്കെ കഴിഞ്ഞ് അവിടെ ഡ്രസ്സ് മാറി ഞങ്ങൾ നേരെ പോകുന്നത് റാബിറ്റിൻ്റെ സെക്ഷനിലേക്കായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പം നമുക്ക് എന്താ പറയുക, രാവിലെ ഗിനിപ്പിഗിനെ കണ്ട പോലെ തന്നെ റാബിറ്റിനെ നമുക്ക് കാണാൻ കിട്ടും കേട്ടോ. ഇത് നമുക്കതിനെ തൊടുവും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിവിടെ വന്ന് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് കിട്ടിയ റാബിറ്റ് ഇതായിരുന്നു കേട്ടോ. നമ്മളായിരുന്നു ക്യൂവിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടംപോലെ റാബിറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള റാബിറ്റിൻ്റെ അടുത്ത് പോയിരിക്കുക കേട്ടോ. പിന്നെ ക്യൂവിൽ ലാസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കത്തില്ല. കിട്ടണ റാബിറ്റിൻ്റെ അടുത്ത് കയറിയിരിക്കേണ്ടി വരും. ഇപ്പോഴും നമ്മൾ ഒരു കുറച്ച് ഫാമിലിയൊക്കെ കയറി കഴിഞ്ഞപ്പം ഇനി ആൾക്കാർ ക്യൂ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റാണ് ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാനും കാര്യങ്ങളൊക്കെ. നമുക്ക് എത്രത്തോളം വീഡിയോ വേണേലും എടുക്കാം, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ റാബിറ്റിനെ എല്ലാം കണ്ട് ഇന്നത്തെ ആക്ടിവിറ്റീസും എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇനി വീട്ടിൽ പോകാം. പിന്നെ ഇവിടെ കണ്ടൊരു പ്രത്യേക സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവരിവിടെ കുറേ സ്ഥലത്ത് ഹാൻഡ് വാഷിന് വേണ്ടി കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ ആനിമൽസിനെ പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട്. അങ്ങനെ കണ്ടേ നമ്മുടെ ഇന്നത്തെ ഫാം വിസിറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. പാർട്ടിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ മാറി. അങ്ങനെ നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. സമയം ഏകദേശം 4 മണി ആയിട്ടുണ്ട്. 5 മണി 5:30 വരെ തോന്നുന്നു കേട്ടോ ഇപ്പോൾ സമയം. നല്ല അടിപൊളി ഒരു എന്താ പറയുക, ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ PP അടിക്കും. ഒരു മിനിറ്റ്. അപ്പം എന്താ ഞാൻ പറഞ്ഞത്, ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇഷ്ടമുള്ളവർ താല്പര്യമുള്ളവർ പോരുക, അങ്ങനെയുള്ളൂ. അപ്പം ഞങ്ങളിനി വീട്ടിൽ പോട്ടെ പെട്ടെന്ന്. അപ്പോൾ എൻ്റെ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ, ബൈ.